പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ JCNDSDയുടെ ബഹുമാന്യ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും ഇന്ന് ഈ രാത്രിയിലെ ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പുതിയ വിഷയവുമായി ഇന്ന് രാത്രിയിൽ ഞങ്ങൾ നിങ്ങളെ സമീപിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ JCNDSDയുടെ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളുടെ സത്യസുവിശേഷം അറിയിക്കുവാനുള്ള ഈ ഉദ്യമത്തെ സഹായിച്ച ഞങ്ങളുടെ ബഹുമാന്യ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിസ്തീയ ലോകത്തിൽ, പ്രത്യേകിച്ച് ബൈബിൾ അധിഷ്ഠിതമായ സഭകൾ ധാരാളമുള്ള ഈ തലമുറയിൽ അനേകം ആളുകളെ വഞ്ചിച്ചുകൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങി പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗമാണ് യാവേ വിറ്റ്നസ് അല്ലെങ്കിൽ യഹോവയുടെ സാക്ഷികൾ എന്നുള്ള ഒരു വിഭാഗം. ഒരുപക്ഷെ JCNDSD ആയിരിക്കും ആദ്യമായി യഹോവ സാക്ഷിയുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം ആദ്യമായി നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പബ്ലിക് സോഷ്യൽ മീഡിയയിലുള്ളത്. ഇന്നത് പറയുവാനുള്ള കാര്യം, അനേക വിശ്വാസികളുടെ വീടുകളിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ മാത്രമുള്ള വീടുകളിൽ ഈരണ്ട് പേരായി അവരുടെ സന്നദ്ധ പ്രവർത്തകർ കയറി വന്ന് അവർ സേവിച്ചു വരുന്ന യേശുക്രിസ്തു എന്ന ദൈവം കേവലം ദൈവത്തിന്റെ, യഹോവയുടെ സൃഷ്ടികളിൽ ഒന്ന് മാത്രമാണെന്നും അതിൽ കവിഞ്ഞ ഒരു പ്രത്യേകതയും യേശുവിനില്ലെന്നും യഹോവയെ മാത്രമേ ആരാധിക്കാവൂ എന്നും അവർ പറയുകയും പഠിപ്പിക്കുകയും അതിന് ഉപോത്ബലകമായി ബൈബിളിൽ നിന്ന് ചില വാക്യങ്ങളെ അതിന്റെ ആത്മീയത മനസ്സിലാക്കി കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗുരുതരമായ ഈ വിഷയത്തെ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യുവാനായി ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് ഈ വിഷയത്തിൽ സംസാരിക്കുവാൻ വേണ്ടി കർത്താവിൽ വിലയേറിയ ദേവദാസന്മാരായി വിൽസൺ ബെഞ്ചമിൻ ദുബായിൽ നിന്നും, അതുപോലെ സഹോദരൻ സൈമൺ ബെഞ്ചമിൻ കൊച്ചിയിൽ നിന്നും, പാസ്റ്റർ ജോയ് കെ ജോസഫ് കൊച്ചിയിൽ നിന്നും, ഒപ്പം ബ്രദർ പാസ്റ്റർ ബേബി കൊട്ടാരക്കരയിൽ നിന്നും ഓൺലൈനിൽ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളുടെ ബ്രദർ ജോസ് വർഗീസ് ഈ വിഷയത്തെ സംബന്ധിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചതിന് ശേഷം വിഷയത്തിൽ ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങൾക്കുമായി സമയം വേർതിരിക്കുന്നതായിരിക്കും. യഹോവ വിറ്റ്നസസ് അല്ലെങ്കിൽ യഹോവയുടെ സാക്ഷികൾ എന്ന് പറയുന്ന ഈ സംഘടനയുടെ ദൈവത്തെ അവർ യഹോവ എന്ന് വിളിക്കുന്നു. ഇവരുടെ ഔദ്യോഗികമായ ഉത്ഭവം 1931 കാലിഫോർണിയയിൽ, അമേരിക്കയിലാണെങ്കിലും 1876 ഒരു കൂട്ടം ആളുകൾ ഇൻഡിപെൻഡന്റ് ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ് എന്ന പേരിൽ ആരംഭിച്ച ഈ സംഘടന, അതിന്റെ സ്ഥാപകനായ ചാൾസ് തെയ്സ് റസൽ എന്ന ആളിനാൽ 1931 ഔദ്യോഗികമായി യഹോവാസ് വിറ്റ്നസസ് എന്ന പേരിൽ സ്ഥാപിതമായി. ുള്ള ആക്റ്റീവ് പ്രവർത്തനം 1950 1915 കേരളത്തിൽ അവരുടെ പ്രവർത്തനം 1905 കേരളത്തിലെ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് കേരളത്തിൽ അവരുടെ ഏറ്റവും ഒടുവിൽ 2023 സെൻസസ് പ്രകാരം കേരളത്തിലെ അവരുടെ അംഗസംഖ്യ 15,000-ഉം ഇന്ത്യ ഒട്ടാകെ 57,795 ആളുകളുമാണുള്ളത്. ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ യഹോവയുടെ സാക്ഷികൾ എന്ന സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഗ്രൂപ്പിനെ ക്രിസ്ത്യാനികളുടെ ഗണത്തിൽ പെടുത്തുവാൻ കഴിവുള്ളതല്ല. എന്നാൽ തങ്ങൾ അവകാശപ്പെടുന്നത് പോലെ യഹോവയുടെ സാക്ഷികൾ എന്ന തലത്തിൽ വംശീയമായി യഹൂദ പാരമ്പര്യമോ യഹൂദ കുടുംബ പശ്ചാത്തലമോ യഹൂദ വംശാവലിയിൽ പെടാത്തതുമായ ഇക്കൂട്ടർ എങ്ങനെയാണ് തങ്ങളുടെ പേര് പറയും പോലെ യഹോവയുടെ സാക്ഷികൾ എന്ന പദവിക്ക് യോഗ്യമാകുന്നത് എന്നത് ഇന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കത്തോലിക്ക ഒപ്പം ഇതര ക്രിസ്തീയ സഭകളുടെ ഉപദേശങ്ങൾക്കും ഒപ്പം പ്രൊട്ടസ്റ്റന്റ് സഭകളുടെ ദൈവശാസ്ത്ര വിഷയങ്ങൾക്കും
തികച്ചും വിപരീതമായ ഉപദേശങ്ങളും വ്യാഖ്യാന രീതികളുമാണ് യഹോവയുടെ സാക്ഷികളുടെ അടിസ്ഥാനപരമായ വചനവിരുദ്ധത. അതിനായി അവർ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന ഒരു പുതിയ ബൈബിൾ തന്നെ അവർ ഉണ്ടാക്കിയെടുത്തു. അതിന്റെ ഉത്ഭവം അവരുടെ വാച്ച് ടവർ ബൈബിൾ സൊസൈറ്റി അല്ലെങ്കിൽ വീക്ഷാ ഗോപുരം എന്ന അമേരിക്കയിൽ സ്ഥാപിതമായ സംഘടനയിൽ നിന്നും അവർ ഉണ്ടാക്കിയ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എന്ന ബൈബിളും അവരുടെ മറ്റ് ഇതര പ്രചാരണ പുസ്തകങ്ങളും അവർ അവിടെ നിന്നും അമേരിക്കയിൽ നിന്നും ലോകത്തിലെമ്പാടും എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബൈബിളിന്റെ ആന്തരിക ഉപദേശ വിഷയങ്ങൾ എന്നിവയുടെ ക്രോഡീകരണം, പ്രിന്റിംഗ്, പബ്ലിഷിംഗ് എന്നിവയാണ് വീക്ഷാ ഗോപുരം അഥവാ വാച്ച് ടവർ ബൈബിൾ സൊസൈറ്റിയുടെ ചുമതല. സന്നദ്ധ പ്രവർത്തകരായി ഈ 2 വോളണ്ടിയേഴ്സ് പണം കൈപ്പറ്റാതെ സ്വമേധയാ യാതൊരു പ്രതിഫലവും വാങ്ങാതെ വീട് വീടാന്തരം കയറി അവരുടെ ഉപദേശങ്ങൾ സ്ഥാപിക്കുകയാണ് അവരുടെ പ്രാഥമികമായ പരിപാടിയും ശൈലിയും. ലോകമാസകലം എല്ലാ ക്രൈസ്തവ വിശ്വാസികളും ദൈവമായി വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ദൈവമല്ലെന്നും മറിച്ച് യഹോവയുടെ ആദിജാതനും മുഖ്യദൂതനായ മിഖായേലിന്റെ പ്രത്യക്ഷതയുമാണ് എന്ന് അവർ പഠിപ്പിക്കുന്നു. ക്രിസ്തു ദൈവമല്ല, മറിച്ച് യഹോവയുടെ ഒരു സൃഷ്ടി ആണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതിന് ഉപോത്ബലകമായി ബൈബിളിൽ ആവശ്യമായ തിരുത്തലുകൾ വേണ്ടുപോലെ അവർ അവരുടെ ബൈബിളിൽ വരുത്തിയിട്ടുമുണ്ട്. ഒരു ഉദാഹരണമായി യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനവും ഒരു ദൈവം ആയിരുന്നു എന്ന് അവർ അവരുടെ പുസ്തകത്തിൽ തിരുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് എ ഗോഡ് എന്നാണ് അവർ തിരുത്തിയിരിക്കുന്നത്. യെശയ്യാവ് 43:10-12 പ്രവചനങ്ങളെ ആധാരമാക്കി യഹോവയുടെ സാക്ഷികൾ എന്ന നാമം അവർ സ്വയം സ്വീകരിച്ചു. ഒപ്പം യോഹന്നാൻ 14:10 നാം ഇങ്ങനെ ഇവരുടെ ബൈബിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഡു യു നോട്ട് ബിലീവ് ദാറ്റ് ഐ ആം ഇൻ യൂണിയൻ വിത്ത് ദ ഫാദർ. അത് നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സൽ ബൈബിളിൽ ഐ ആം ഇൻ ദ ഫാദർ എന്നുള്ളിടത്ത് ഐ ആം ഇൻ യൂണിയൻ വിത്ത് ദ ഫാദർ, തുടർന്ന് ആൻഡ് ദ ഫാദർ ഇസ് ഇൻ യൂണിയൻ വിത്ത് മീ എന്ന് പറഞ്ഞാൽ ദ ഫാദർ ഈസ് ഇൻ മീ എന്നുള്ളിടത്ത് ദ ഫാദർ ഈസ് ഇൻ യൂണിയൻ വിത്ത് മീ, ഐക്യത്തിൽ എന്നോടുകൂടെ എന്ന് ചേർത്തിരിക്കുന്നു. മാത്രമല്ല യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഡയറ്റി അവർ നിഷേധിക്കുകയും യേശുക്രിസ്തു കേവലം ഒരു ദാസനായി അവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കൊളോസ്യരുടെ പുസ്തകം 1:15-17 അവിടെ അവർ വായിക്കുന്ന ഹി ഈസ് ദ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്, ദ ഫസ്റ്റ് ബോൺ ഓഫ് ഓൾ ക്രിയേഷൻ, ബിക്കോസ് ബൈ മീൻസ് ഓഫ് ഹിം ഓൾ അതർ തിങ്സ് വെയർ ക്രിയേറ്റഡ്. എന്ന് വെച്ചാൽ ശേഷമുള്ള എല്ലാ സൃഷ്ടികളും മാത്രം യേശുക്രിസ്തുവിനാൽ ഉണ്ടാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. എല്ലാം യേശുക്രിസ്തുവിൽ എന്നല്ല, യേശുക്രിസ്തുവിന് ശേഷം യഹോവയുടെ സൃഷ്ടിയായ യേശുക്രിസ്തു, ആ ക്രിസ്തു ബാക്കിയുള്ളതിനെല്ലാം ഉണ്ടാക്കി എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. തുടർന്ന് വായിക്കുമ്പോൾ ഇൻ ദ ഹെവൻസ് ആൻഡ് ഓൺ ദ എർത്ത് ദ തിങ്സ് വിസിബിൾ ആൻഡ് ദ തിങ്സ് ഇൻവിസിബിൾ, വെദർ ദേ ആർ തോൺസ് ഓർ ലീഡർഷിപ്പ് ഓർ ഗവൺമെന്റ് ഓർ അതോറിറ്റീസ്, all other things have been created through him and for him. ഇവിടെ ഈ മറ്റെല്ലാ കാര്യങ്ങളും അവനിലൂടെയും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വെച്ചാൽ ബൈബിളിൽ ഒരുപാട് തിരുത്തലുകൾ അവർ വരുത്തിയിട്ടുണ്ട്. ഓൾസോ he is before all other things were made to exist എന്നും കൂടി അവർ അഡീഷണലായി ചേർത്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ തിരുത്തിയ വചനങ്ങൾ ചോദ്യമായി പിന്നീട് വരുന്നതുകൊണ്ട് തിരുത്തിയ വചനങ്ങളുടെ വലിയൊരു പട്ടികയിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഇതൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് യഹോവയുടെ സാക്ഷികളുടെ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ബൈബിൾ ഒരു ട്രാൻസ്ലേഷൻ, ബൈബിളിന്റെ ഒരു ട്രാൻസ്ലേഷൻ അല്ല, മറിച്ച് ഒരു വ്യാഖ്യാന പുസ്തകം, യഹോവയുടെ സാക്ഷികളുടെ വ്യാഖ്യാന പുസ്തകം എന്ന് മാത്രമേ നമുക്ക് ഗണിക്കുവാൻ കഴിയുള്ളൂ. ഇതിനെ ക്രോഡീകരിച്ച് പുസ്തകമായി നടത്തിയ ആളുകളുടെ രുചിക്കും ഭാവനയ്ക്കും അനുസരിച്ചുള്ള ഒരു വ്യാഖ്യാന സമയമാണ് അവരുടെ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ. മാത്രമല്ല ഇപ്പോഴത്തെ ലോക വ്യവസ്ഥ 1914 അവസാനിക്കുമെന്നും 1914 ശേഷം വളരെ ഇമ്മിനന്റായി ആസന്നമായി മില്ലേനിയൽ കിങ്ഡം ആരംഭിക്കുമെന്നും അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ
ഈ 1914 കർത്താവിന്റെ വരവ് അവർ പലപ്പോഴായി ഡേറ്റ് മാറ്റി മാറ്റി കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിരോധാഭാസം എന്ന് പറയട്ടെ, പുതിയ വിശ്വാസികളോട് ഇവർ ഈ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാറില്ല. അവർ അവരുടെ സംഘടനയിലെ മയക്കുവെടി കൊണ്ട് വീണ് കഴിയുമ്പോൾ മാത്രമാണ് അവരുടെ ഉപദേശങ്ങൾ അവരോട് പഠിപ്പിക്കുകയുള്ളൂ. അപ്പോ പിന്നെ അവരുടെ ഏറ്റവും അടിസ്ഥാന വിശ്വാസത്തിൽ അവരുടെ ട്രാപ്പിൽ പെടുകുന്ന ഒരു വ്യക്തി സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് പുറത്തു കിടക്കുക അസാധ്യമാണ്. വളരെ റയർലി ആയിട്ട് മാത്രമേ യഹോവയുടെ സാക്ഷികളിൽ നിന്ന് ആളുകൾ പുറത്തു പോകാറുള്ളൂ. കാരണം അത് ഒരു ഗുരുതരമായ കൾട്ടുപദേശവും ഒരു മയക്കുമരുന്നിന്റെ ഉപയോഗത്താൽ ഉണ്ടാകുന്ന സ്വന്തം ബുദ്ധി പണയപ്പെടുത്തിയ ഒരു സ്വഭാവ സവിശേഷതയും ഈ കൂട്ടത്തിൽ ചെന്ന് ചേരുന്ന ആളുകൾക്ക് കാലക്രമേണ വന്നു ഭവിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. മാത്രമല്ല, ഭൂമിയിൽ അടുത്തു തന്നെ സമാഗതമായി സ്ഥാപിതമാകുന്ന പുതിയ ലോകത്തെക്കുറിച്ചുള്ള അവരുടെ ആഖ്യാന ശൈലി വളരെ ബുദ്ധിപൂർവമായ ഒരു ആശയ ആവിഷ്കരണമാണ് എന്ന് അവരെ വളരെ ക്ലോസായി നിരീക്ഷിച്ചാൽ മനസ്സിലാക്കും. മാത്രമല്ല, ഏത് രാജ്യത്തിൽ ആണ് അവർ വസിക്കുന്നതെങ്കിലും ആ രാജ്യത്തിന്റെ സൈന്യത്തിൽ മിലിറ്ററി സർവീസിന് ചേരുവാൻ അവർക്ക് പാടില്ല എന്നുള്ള ഒരു ഉപദേശം അവർക്കുണ്ട്. കാരണം അവർ യഹോവയുടെ രാജ്യത്തിലെ പ്രജകളാണ്, ലോകപ്രകാരമുള്ള ജനങ്ങളല്ല. പിന്നെ അവരുടെ ആരാധനാലയത്തിന്റെ പേര് തന്നെ കിങ്ഡം ഹാൾ അല്ലെങ്കിൽ രാജ്യ ഹാൾ എന്നാണ്. അവർ അധിവസിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടനയെ അംഗീകരിക്കുകയോ ഭരണഘടനാപരമായ ദൗത്യത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമായ വോട്ടവകാശം ഉപയോഗിക്കുകയോ ചെയ്യാതെ അതിനെ നിഷേധിക്കുകയും വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് അവർ പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു രാജ്യം, അവർ വസിക്കുന്ന രാജ്യം പൗരന്മാർക്ക് നൽകുന്ന എല്ലാവിധ സുരക്ഷയും സൗജന്യങ്ങളും അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിരാക്ഷേപം ഉപയോഗിക്കുന്നതിന് ഈ യഹോവയുടെ സാക്ഷികൾക്ക് യാതൊരു മടിയുമില്ല. മയക്കുമരുന്ന്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കരുത് എന്ന് പഠിക്കുന്നുണ്ടെങ്കിലും നിയന്ത്രിത അളവിൽ മദ്യം ഉപയോഗിക്കാം എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് പുറത്ത് പറയുകയില്ല. രോഗമോ അപകടമോ വരുമ്പോൾ സർജറി തുടങ്ങിയ മെഡിക്കൽ സർവീസ് ഉപയോഗിക്കുമ്പോൾ തന്നെ ജീവൻ രക്ഷാർത്ഥം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, രക്തദാനം സ്വീകരിക്കുവാൻ പാടില്ല എന്ന് അവർ ഉപദേശിക്കുന്നു. രാജ്യത്തിന്റെ ദേശീയ പതാകയെ ആദരിക്കുകയോ ദേശീയ ഗാനം പാടുകയോ ചെയ്യാൻ പാടില്ല. എന്നാൽ നിയമം മൂലം ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ പോയി ഇവർ അനുകൂല വിധിയും നേടിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. പെന്തിക്കോസ്തുകളെയോ മറ്റ് പട്ടണ സഭകളെയോ പോലെയോ ഇവർ ദൈവത്തിൽ ത്രിത്വമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, യഹോവ മാത്രമാണ് ദൈവം എന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ ഏത് അർത്ഥത്തിലാണ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന ഏക ദൈവം ഇക്കൂട്ടരായ അല്ലെങ്കിൽ യഹോവയുടെ സാക്ഷികൾക്ക് ദൈവമാകുന്നത് എന്ന് അവർ ഇതുവരെ വിശദീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അടിസ്ഥാന വിഷയത്തിൽ സംവാദങ്ങൾ നടത്തുന്നതിന് ഒരിക്കലും അവർ തയ്യാറാകുകയില്ല. നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിലാണെന്നും പെട്ടെന്ന് തന്നെ ദൈവം ദുഷ്ടന്മാരെ നശിപ്പിച്ച് ശേഷം നീതിമാന്മാരായവർക്ക് രോഗമോ മരണമോ വാർദ്ധക്യമോ ഇല്ലാത്ത ഒരു പർദീസ ഈ ഭൂമിയിൽ നൽകും. ഭൂമിയിൽ മരിച്ചുപോയ എല്ലാ നല്ല മനുഷ്യരെയും ദൈവം പുനരുദ്ധാനപ്പെടുത്തുമെന്നും അവരെ വീണ്ടും കാണാനാകുമെന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. നൃത്തവും അഗ്നി നരകവും ആത്മാവിന്റെ അമർത്യതയും ബൈബിൾ അധിഷ്ഠിതമല്ല എന്നും ഇക്കൂട്ടർ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തി നടത്തുന്ന ഒരു ആക്റ്റീവ് ഫോഴ്സ് എന്നതിനപ്പുറം പരിശുദ്ധാത്മാവ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന നിലകളിലുള്ള ഏക ദൈവത്തിന്റെ ഒരു ഓഫീസ് ആണ് എന്നുള്ള കാര്യം അവർ നിഷേധിക്കുന്നു. ഒപ്പം വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലെ 1,44,000 തെരഞ്ഞെടുക്കപ്പെട്ടവർ ഇവരാണ് എന്നാണ് ഇവരുടെ വിശ്വാസവും പഠിപ്പിക്കലും. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവർക്കുള്ള രക്ഷയെ അവർ വിശ്വസിക്കുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് പ്രാരംഭമായി യഹോവയുടെ സാക്ഷികളെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. ഈ കാര്യങ്ങളൊന്നും തന്നെ ഇവർ പുതുതായി ഒരു വീട്ടിലേക്ക് ഇവരുടെ സ്ക്വാഡ് വർക്കുമായി കടന്നു ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇവർ പഠിപ്പിക്കുകയില്ല. മറിച്ച് എല്ലാം സൃഷ്ടിച്ച ഒരേ ഒരു ദൈവമേ ഉള്ളെന്നും ആ ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയാണ് യേശുക്രിസ്തുവെന്നും യേശുക്രിസ്തുവിന് ദൈവത്വമോ മറ്റ് മഹത്വമോ ഇല്ല എന്നും യഹോവ സ്ഥാപിക്കുന്ന പുതിയ ഭൂമിയും
പുതിയ ആകാശത്തിലും തങ്ങൾക്ക് മാത്രമാണ് ഓഹരിയുള്ളതെന്നും ഈ ലോകത്തിൽ തന്നെ സ്ഥാപിതമാകുന്ന ഒരു പുതിയ രാജ്യം അവർ കാത്തിരിക്കുന്നു. മറിച്ച് കർത്താവായ യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വരുന്ന ആ മധ്യാകാശയുള്ള വെളിപ്പാട് എന്നിവ കാര്യങ്ങൾ ഇവരുടെ പ്രതിപാദന വിഷയമോ ഭാഗ്യ വിഷയമോ ആയി ഇവർ പരിഗണിച്ചിട്ടില്ല എന്നുള്ള കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് തുടർന്ന് ഞങ്ങൾ ഈ യഹോവയുടെ സാക്ഷികളെ സംബന്ധിച്ച് തുടർന്ന് വരുന്ന ദിവസങ്ങളിലും കുറെ കൂടുതൽ വിശാലമായ തലത്തിൽ സമീപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം കൂടി ഞങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നോടൊപ്പം പാനലിലുള്ള എല്ലാ ദൈവദാസന്മാരെയും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇന്ന ദിവസം ഞങ്ങൾ വളരെ ചുരുക്കമായ ചില ചോദ്യങ്ങൾ മാത്രം സമയപരിമിതി കൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ബാക്കി ഉള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ചർച്ചകളിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നതായിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ ഇന്ന് ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഒരിക്കൽ കൂടി കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ ലഭിച്ചിട്ടുള്ള ചോദ്യങ്ങൾ യഹോവയുടെ സാക്ഷികളുടെ വിഷയത്തെ ആധാരമാക്കി ലഭിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് വളരെ ചുരുക്കമായ ഉത്തരം മാത്രമാണ് ഞങ്ങൾ ഇന്ന് ദിവസം നൽകുവാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം എന്ന് പ്രത്യാശിക്കുന്നു. ചോദ്യം നമ്പർ 1, ആരാണ് പഴയ നിയമത്തിലെ ദൈവം? ആരാണ് പുതിയ നിയമത്തിലെ ദൈവം? പഴയ നിയമത്തിലേതും പുതിയ നിയമത്തിലേതും ദൈവം ഒന്നു തന്നെയാണോ? ബൈബിൾ എന്താണ് പറയുന്നത്? യഹോവയുടെ സാക്ഷികൾ അതിനെ എപ്രകാരം വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് ഈ രാത്രിയിലെ എന്റെ ചോദ്യം. ഈ ഒന്നാമത്തെ ചോദ്യം പാസ്റ്റർ ജോയ് കെ ജോസഫിനോടാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ജോസ് റീസ് വാർഷക്ക് നന്ദി അറിയിക്കുന്നു. ഈ ഇവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാര് വിൻസെന്റ്, അതുപോലെ സൈമൺ, ബേബി പാസ്റ്റർ, എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. കേൾവിക്കാരായിരിക്കുന്ന ഞങ്ങളുടെ മാന്യ സ്നേഹിതർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങള് പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചുവല്ലോ, ഇന്ന് ഇതിന്റെ ഒരു ആരംഭമായതുകൊണ്ട് വളരെ ചുരുക്കമായി മാത്രമേ ഞങ്ങൾ സംസാരിക്കുന്നുള്ളൂ ഈ വിഷയത്തെ. അതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത പ്രോഗ്രാമിൽ ഞങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ തീരത്തക്ക വിധത്തിൽ വീണ്ടും ഞങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ചോദിച്ച ചോദ്യം, പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവവും പുതിയ നിയമത്തിൽ വെളിപ്പെട്ടതായ ദൈവവും രണ്ട് വ്യക്തികളാണോ? അത് രണ്ട് വ്യക്തികളാണ് എന്നാണ് യഹോവ സാക്ഷികൾ പഠിപ്പിക്കുന്നത്. യഹോവ സാക്ഷികൾ അങ്ങനെ പഠിപ്പിക്കുമ്പോഴും അവർ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ പ്രാരംഭത്തിൽ കേട്ടത്. യേശു ക്രിസ്തു സൃഷ്ടി മാത്രമാണ്. യേശു ക്രിസ്തു ഒരിക്കലും ദൈവമല്ല. ഈ പഠിപ്പിക്കൽ അവര് എല്ലാ വീടുകളിൽ ചെന്ന് ഈ ഒരു വാക്യമെടുത്ത് കൊലോസ് ലേഖനം 1:15 എടുത്തതിന് ശേഷമായിട്ട് അത് വിശദീകരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചെല്ലാം വരും ക്ലാസ്സുകളിൽ ഞങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. എന്നാൽ നമുക്കറിയാം, മനുഷ്യനെ സൃഷ്ടിച്ചത് ഏക ദൈവമാണ്. അവിടെ ഒന്നിലധികം ദൈവങ്ങൾ കൂടിയിരുന്ന് സൃഷ്ടിച്ചതല്ല. ആ ഏക ദൈവം തന്നെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി വന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ അവന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ നഷ്ടമായവനെ വീണ്ടെടുക്കാൻ, ഈ വീണ്ടെടുപ്പ് എന്നുള്ളൊരു വിഷയമുണ്ട് ബൈബിളിൽ. വീണ്ടെടുപ്പും രക്ഷയും എന്നുള്ള വിഷയം വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. നഷ്ടമായ സ്ഥാനത്ത് വീണ്ടും അവനെ തിരികെ കൊണ്ടുവരുന്നതിനെയാണ് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ അവന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ അവിടെ ഇറങ്ങി വന്നത് മറ്റൊരു വ്യക്തിയല്ല, യഹോവ തന്നെ അവിടെ വന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. നമുക്ക് അത് വ്യക്തമായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യഹോവ വരുന്ന ഒച്ച അവർ കേട്ടു എന്ന് തന്നെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ യഹോവയായ ദൈവം
ആണ് വരുന്നത് എന്ന്, രക്ഷിക്കാൻ വരുന്നത് എന്നുള്ള ഒരു വ്യക്തമായ തെളിവ് ഉൽപ്പത്തി പുസ്തകത്തിൽ കിടക്കുമ്പോൾ പ്രവാചകന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, യഹോവ വന്ന് രക്ഷിക്കും, യഹോവ വന്ന് രക്ഷിക്കും എന്ന് പറയുന്നത് നമുക്ക് യെശയ്യാ പ്രവചനം 25 അധ്യായം 9 വാക്യം വായിക്കുമ്പോഴും ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രയും നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ. അപ്പോൾ യഹോവ വന്ന് രക്ഷിക്കാമെന്ന് യഹോവ തന്നെ അവിടെ ഉറപ്പ് തന്നിരിക്കുക. അതിനുശേഷമായിട്ട് നമ്മൾ യെശയ്യാ 7:14 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ വാക്യം ഞാനിവിടെ വായിക്കാം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഇവിടെ കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും എന്ന് പറഞ്ഞാൽ കർത്താവ് അല്ലെങ്കിൽ യഹോവ തന്നെത്താൻ വെളിപ്പെടുത്തിയ, തന്നെ തന്നെ വെളിപ്പെടുത്തിയ ഒരടയാളമാണ് കന്യക ഗർഭിണിയായിട്ടുള്ള ആ ഒരു മകനെ തരുമെന്നുള്ളത്. അപ്പോൾ ഈ കന്യകാ ജനനം എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ പറയുകയാണ്, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയതാണ്, ദൈവത്തിന്റെ വെളിപ്പാടാണ്. 1 തീമോഥെയോസ് 3:16 വായിക്കുമ്പോൾ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന അതേ ദൈവം തന്നെ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട് ഒരു ജഡമെടുത്ത്, എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ആ ജഡം സ്വീകരിച്ചത് ജഡവും രക്തവും ആത്മാവായ ദൈവത്തിനില്ല. ഇവിടെ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തണമെങ്കിൽ രക്തം ആവശ്യവുമാണ്. സകല മനുഷ്യരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മറ്റു മനുഷ്യന്റെ രക്തത്തിന് കഴിയാതെ വന്നപ്പോൾ ദൈവം എന്ന് പറയുന്ന ആത്മാവായ ദൈവത്തിന് ജഡവും രക്തവും ഇല്ലാതിരിക്കെ ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുവാൻ, ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ എടുത്ത ഒരു മാർഗം ജഡത്തോടും രക്തത്തോടും കൂടിയവനായി കടന്നു വരിക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവൻ താൻ തനിക്കായി ഒരു ശരീരം ഒരുക്കിയിരുന്നു. ആ ശരീരം നമുക്കറിയാം, ഈ മറിയയുടെ ഗർഭപാത്രത്തിൽ ആ ശരീരം ദൈവത്തെ അല്ല ഇവിടെ ഉൾക്കൊണ്ട്, ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ തിരഞ്ഞെടുത്ത ഒരു ശരീരത്തെയാണ് മറിയുടെ ഗർഭപാത്രത്തിൽ ഉൾക്കൊണ്ടത്. അല്ലാതെ ദൈവം മറിയുടെ ശരീരത്തിൽ വന്നു മനുഷ്യനായിട്ട് വന്നതല്ല. ദൈവം ഒരിക്കലും ജഡമായി തീർന്നില്ല. ജഡമായി തീർന്നു വചനമാണ്. വചനം ജഡമായി തീർന്നു, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ പഴയ നിയമത്തിൽ വെളിപ്പെട്ട അതേ ദൈവം തന്നെ മനുഷ്യർ കാണേണ്ടതിന്, യേശു പറഞ്ഞല്ലോ, കാണാത്തവർ കാണുവാൻ ഞാൻ വന്നിരിക്കുന്നു. മനുഷ്യർ കാണേണ്ടതിന് വേണ്ടി ഒരു ശരീരം സ്വീകരിച്ചു. ആ ശരീരത്തിന് ദൈവപുത്രനെന്ന്, മനുഷ്യപുത്രനെന്നും, ദാവീദിന്റെ സന്തതിയെന്നും ഇങ്ങനെ പല പല പേരിനാൽ അറിയപ്പെടുന്നുവെങ്കിലും ജഡം സംബന്ധിച്ച് അവൻ ദാവീദിന്റെ പുത്രൻ എന്നാ പറഞ്ഞത്. അപ്പോൾ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ പുത്രനായി വന്നവൻ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടവൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, പഴയ നിയമത്തിൽ സൃഷ്ടിച്ചതായി അതേ ദൈവം തന്നെ അവൻ മുഖാന്തരം സകലതും ഉളവായി എന്ന് യേശുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. ആ സൃഷ്ടിതാവായ ദൈവം തന്നെ മനുഷ്യനെ രക്ഷിക്കുവാൻ ജഡമെടുത്ത് മക്കൾ ജഡത്തോടും രക്തത്തോടും കൂടിയവർ ആകൊണ്ട് അവനും ആ പിതാവും പഴയ നിയമത്തിൽ വെളിപ്പെട്ട ആ ദൈവവും ജഡവും രക്തവും എടുത്ത് ഈ ലോകത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് അവൻ കേവലം ജഡം മാത്രമല്ല, അവൻ കേവലം അവൻ മനുഷ്യപുത്രൻ മാത്രമല്ല, അവൻ കേവലം ദൈവപുത്രൻ മാത്രമല്ല. മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ കടന്നു വന്നു. എന്നാൽ പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ ദൈവപുത്രൻ എന്ന് പറഞ്ഞാലും മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാലും രണ്ട് വ്യക്തികളല്ല. അതുകൊണ്ട് പഴയ നിയമത്തിൽ സൃഷ്ടിതാവായി വെളിപ്പെട്ട് ആദമിനെ അവന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തി അവനെ ഒരു തോലെടുത്തൊടുപ്പിച്ച് ഒരു മൃഗത്തെ യാഗമാക്കി തോലൊടിപ്പിച്ച് കടന്നു വന്ന അതേ ദൈവം തന്നെ
വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി വന്ന ഒരേ ഒരു ദൈവം തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് തുടർന്നും ഞങ്ങൾ ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കുന്നതായിരിക്കും. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു കർത്താവിന്റെ. രണ്ടാമത്തെ ചോദ്യം, വചനം ദേവൻ എ ഗോഡ് ആയിരുന്നുവെന്ന് യോഹന്നാൻ 1 യഹോവയുടെ സാക്ഷികൾ തിരുത്തി എഴുതി. എന്റെ മുമ്പാകെ നിങ്ങൾക്ക് ദേവന്മാർ ഉണ്ടാകരുത് എന്നാണ് കൽപ്പന പറയുന്നത്. ഇത് നേരത്തെ വെളിപ്പെടുത്തിയതിന്റെ വൈരുദ്ധ്യമല്ലേ എന്നാണ് അടുത്ത എന്റെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ഉത്തരം നൽകുന്നത് എന്ന് ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചോദ്യത്തിന് മറുപടി നൽകാം. ചോദ്യം വ്യക്തമായില്ലെങ്കിൽ ഒരിക്കൽ കൂടെ വായിക്കാം. വചനം എന്ന് വെച്ചാൽ ദൈവം എ ഗോഡ് എന്നാണ് അവരുടെ ബൈബിളിലുള്ളത്. വചനം ഒരു ദൈവമായിരുന്നു എന്ന് യോഹന്നാൻ 1:1 വാച്ച് ടവർ ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിലുണ്ട്. അങ്ങനെ അവർ തിരുത്തി എഴുതി. എന്നാൽ ബൈബിൾ പറയും നിങ്ങൾക്ക് ദേവന്മാർ ഉണ്ടാകരുത് എന്നാണ് കൽപ്പന, പഴയ നിയമത്തിലെ കൽപ്പന പറയുന്നത്. അപ്പോൾ ഇത് യഹോവയുടെ സാക്ഷികളുടെ വചനത്തിന്റെ വിരുദ്ധതയല്ലേ എന്നാണ് ചോദ്യം. ഉത്തരം ആർക്ക് വേണമെങ്കിലും പറയാം. ഇവിടെ ഉത്തരം ആരുടേതെന്ന് എഴുതിയിട്ടില്ല. വിൽസൺ ബ്രദർ. ഈ പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ഈ ഒരു വിശ്വാസ ലോകത്തിൽ പലതരമായ ചതികളുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ നമുക്ക് വലിയ ഒരു ഇന്റലിജൻസ് വേണ്ട. ഒരൊറ്റ ബൈബിളിൽ നിന്നും പല വിശ്വാസങ്ങൾ വന്നു എന്നത് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ കൂടുതൽ അന്വേഷിച്ച് കണ്ടറിയാൻ ഉള്ള ഒരു കാരണം നമുക്ക് എല്ലാവർക്കും നൽകുന്നു. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവർ വചനത്തിനകത്ത് പോയി ഈ കാര്യങ്ങളെ കണ്ടെത്തും. അതിനകത്ത് ആദ്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് കാണുന്നത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയുടെ മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യത്തിനകത്ത് നമ്മൾ കാണുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ നേരിട്ട് ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യഹോവ സാക്ഷികൾ അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കും. അപ്പൊ അവര് ഈ പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യം അവിടെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവെന്നുള്ള കാര്യം, അതിനെ ഒരു ആക്റ്റീവ് ഫോഴ്സ് എന്നോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചലിപ്പിക്കുന്ന ശക്തി എന്ന് നമുക്ക് മലയാളത്തിൽ പറയുന്ന രീതിയിൽ അതിനെ മാറ്റി എഴുതി. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ തന്നെ നിഷേധിക്കുന്ന ആദ്യത്തെ പ്രവൃത്തി അവിടെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ 1-2 വാക്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി, അതായത് സൃഷ്ടിയോടനുബന്ധിച്ച പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നത്. അവിടെ ആരാണ് സൃഷ്ടി ചെയ്യുന്നത്? അത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് അവിടെ സൃഷ്ടി ചെയ്യുന്നത്. പിന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ, ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ ആ ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ ഒരു ആദിയിൽ എന്നുള്ള ആ ഒരേ വാക്ക് അവിടെ എഴുതി ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ ആദിയിൽ എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഒരു ബിഗിനിങ് ബൈബിള് പഠിതാക്കളിൽ ആരും അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അതൊരു അബ്സല്യൂട്ട് ബിഗിനിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. എന്നാൽ നമുക്കറിയാം സൃഷ്ടി ഒത്തിരി പഴകിയതാണെന്നും മനുഷ്യന്റെ ആ സൃഷ്ടി അല്ലെങ്കിൽ മനുഷ്യന്റെ യുഗം വരുന്നത് പിന്നെ ഒത്തിരി കഴിഞ്ഞാണെന്നും ഈ ആദി എന്ന് പറയുന്നത് സകല പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെ പറ്റിയാണ് അവിടെ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടറിയേണ്ടതാണ്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. അവിടെ നമ്മൾ കാണുന്നു ആരാണ് ദൈവത്തോട് കൂടെ എന്ന് അവിടെ പറയാൻ, ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് അവിടെ കൂടെ ഉള്ളത്. ഈ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-1 ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവം ആയിരുന്നു എന്ന് പറയുമ്പോൾ വചനം ദൈവമായിരുന്ന സ്ഥലത്ത് അവിടെ ഒരു ദേവൻ എന്ന് അല്ലെങ്കിൽ എ ഗോഡ് എന്നുള്ള കാര്യം അവിടെ കൂട്ടിച്ചേർക്കുമ്പോൾ
യേശുവിനെ വെറും ഒരു, അല്ലെങ്കിൽ വചനത്തെ ഒരു മനുഷ്യനാക്കുകയാണ്. മനുഷ്യൻ എന്ന് പറയണമെങ്കിൽ ആദ്യം മനുഷ്യൻ ജനിക്കണം. അത് തന്നെ നമുക്കൊരു ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് എടുക്കണം. ഒരു മനുഷ്യൻ ഭൂമിയിൽ നിൽക്കുമ്പോഴാണ് അവൻ ഒരു ദേവൻ എന്ന് വിളിക്കപ്പെടുന്നത്. യേശു പറയുന്നുണ്ട്, യീ ആർ ഗോഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ദേവന്മാരാകുന്നു എന്ന് മനുഷ്യരോടാണ് പറയുന്നത്. അപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിലെ വചനം എങ്ങനെയാണ് ഒരു ദേവനായി തീരുന്നത് എന്നുള്ള കാര്യം ഇവര് എങ്ങനെയാണ് നമ്മളോട് പറയുവാൻ സാധിക്കുന്നത്? എ ഗോഡ് എന്ന് വിളിക്കപ്പെടുമ്പോൾ അവിടെ ഒരു മനുഷ്യന്റെ രീതിയിൽ ഈ ലോകത്തിൽ നിൽക്കുന്ന മനുഷ്യനെയാണ് ഈ എ ഗോഡ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ജാതികൾക്ക് പല ദേവന്മാരുണ്ട്. അവരെല്ലാവരും ഈ ലോകത്തിൽ എപ്പോഴെങ്കിലും ജീവിച്ച് മരിച്ചവരാണ്. അവരെയാണ് അവർ ദേവന്മാരാക്കിയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമുക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് വരുന്നത്, സകലവും അവനാൽ സൃഷ്ടിക്കപ്പെട്ടു. സൃഷ്ടിക്കപ്പെട്ടതിൽ ഒന്നും അവനാൽ മുഖാന്തരമല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതില്ലതാനും. അപ്പൊ വളരെ വ്യക്തമായ വചനങ്ങളാണ് യോഹന്നാൻ അവിടെ എഴുതി അറിയിക്കുന്നത്. സൃഷ്ടിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം വചനം മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി തന്നെയാണ് അവിടെ സകലവും സൃഷ്ടി നടത്തുന്നത് എന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ അതിനെ മാറ്റി ഈ നമ്മുടെ പാസ്റ്റർ ജോസ് ഓർമ്മിപ്പിച്ചതുപോലെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ മറ്റ് എല്ലാം അവനാൽ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അവനെ ഒഴിച്ച് മറ്റെല്ലാം അവനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ള വാക്യം കൂടെ അവര് അതിനകത്ത് തിരികെ കയറ്റി. അപ്പോൾ നമുക്കറിയാം, ഇതെല്ലാം ദൈവത്തിന്റെ അപ്പോസ്തോലന്മാര് ദൈവത്തിന്റെ ആത്മാവാൽ എഴുതി അറിയിച്ച എല്ലാ സാക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി പറയുന്ന കാര്യമാണ്. വചനം ദൈവമാണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള വാക്യമാണ്. അവനൊരു സൃഷ്ടിയല്ല, അവനാൽ മുഖാന്തരമാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. അവൻ ആദിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ദൈവം തന്നെയാണ്. അവൻ ദൈവത്തോട് കൂടിയായിരുന്നു എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് സകല പ്രവൃത്തിയും ചെയ്യുന്നതും. ആ പ്രവൃത്തിയിൽ ദൈവത്തിന്റെ ആത്മാവാണ് അവനോട് കൂടെ ഉണ്ടായിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള വചനങ്ങളാണ്. ഇതൊക്കെയെല്ലാം മറ്റ് ചില ട്രാൻസ്ലേഷൻ അതിനകത്ത് കയറ്റിയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത് ദൈവത്തിന്റെ ആത്മാവിന്റെ വിരുദ്ധമായ ഒരു ശക്തി തന്നെയാണ്. ഇതിനെ നമുക്ക് കണ്ടറിയാൻ പറ്റും. താങ്ക് യു. ബാക്കിയുള്ളത് നമുക്ക് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ബ്രദർ, താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമായിരുന്നു ഉത്തരം. നമുക്ക് തുടർന്നും ഇതില് കുറച്ചുകൂടി ആഴത്തിൽ അടുത്ത ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ അടുത്ത ചർച്ചയിലേക്ക് നമുക്ക് പോകാം. എന്റെ അടുത്ത ചോദ്യം സൈമൺ ബ്രദറിനോടാണ്. സൈമൺ ബ്രദറിന്റെ നമ്പർ ക്വസ്റ്റ്യൻ 5ാമത്തെ ക്വസ്റ്റ്യനിൽ താൻ മാത്രമാണ് സൃഷ്ടാവും രക്ഷകനുമെന്ന് പഴയ നിയമത്തിൽ യഹോവ പ്രവാചകന്മാരോട് ആവർത്തിച്ച് പറയുന്നു. അവനല്ലാതെ മറ്റൊരു രക്ഷകനില്ല. പിന്നെ എങ്ങനെ യഹോവ വിറ്റ്നസ് വിശ്വാസം അനുസരിച്ച് ഒരു സേവകൻ മാത്രമായ യേശുവിന് രക്ഷകനാകാൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ചോദ്യമാണ്. നമുക്ക് യഹോവ സാക്ഷിക്കാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പഴയ നിയമത്തിലെ പ്രവാചകന്മാര് പറഞ്ഞ കാര്യങ്ങളും വിശ്വസിക്കുന്നില്ല. അവർ അപ്പോസ്തലന്മാര് പറഞ്ഞ കാര്യങ്ങളും വിശ്വസിക്കുന്നില്ല. അപ്പോസ്തലന്മാര് പ്രവാചകന്മാരെന്തോ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ യേശു തന്നെ പറഞ്ഞു. യെശയ്യാവ് എനിക്കൊന്ന് അത് മത്തായിയുടെ സുവിശേഷത്തിനാന്ന് തോന്നുന്നു. മത്തായിയുടെ സുവിശേഷം 13 പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട്. യെശയ്യാവ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാത്ത ആൾക്കാർ ജനമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. യെശയ്യാവ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് യേശുവിനെ പറ്റി എന്തുവാ പറഞ്ഞേക്കുന്നുള്ള കാര്യം അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് അവർക്ക് വന്ന ഏറ്റവും വലിയൊരു വീഴ്ച. അതിനകത്തുള്ള ഏറ്റവും നമുക്ക് ഈ പ്രധാനപ്പെട്ട ഒരു വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെശയ്യാവ് 9:6 നമ്മൾ വായിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ശിശു നൽകപ്പെടുന്നുണ്ട്. ആ ശിശുവിനെ പറ്റിയാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ ഒരു ശിശു ഉണ്ട്. അങ്ങനെ തന്നെ ആ യെശയ്യാവ് തന്നെ പറയുന്നുണ്ട്, ഒരു സർവന്റിനെ അയക്കുന്ന കാര്യവും പറയുന്നുണ്ട്. അപ്പൊ ഈ ശിശു ആരാന്നുള്ള കാര്യം അവർ പ്രോപ്പർലി ഒന്ന് മനസ്സിലാക്കിയാൽ തന്നെ അറിയായിരുന്നു. ആ ശിശു വണ്ടർഫുൾ കൗൺസിലർ ആണ്, മൈറ്റി ഗോഡ് ആണ്,
എവർലാസ്റ്റിംഗ് ഫാദർ ആണ്. അത് നിത്യപിതാവാന്നുള്ള കാര്യം അവർക്ക് അത് സ്വീകാര്യമല്ല. പുത്രനാണ് നിത്യപിതാവ് എന്നുള്ള കാര്യം അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയാതെ പോയി. അത് കഴിഞ്ഞ് നമ്മൾ യെശയ്യാവ് തന്നെ പറയുന്ന കാര്യം, യെശയ്യാവ് 43:10 മുതൽ 11 വായിക്കാന്ന്, ഈ ആർ മൈ വിറ്റ്നസ്, നിങ്ങൾ വിറ്റ്നസ് ആണ്, സെഡ് ദ ലോർഡ് ആൻഡ് മൈ സർവന്റ് whom I have chosen. ഒരു സർവന്റിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ സർവന്റ് ആരാന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദാറ്റ് he may know, അപ്പൊ നിങ്ങൾ അറിയണം, ആൻഡ് ബിലീവ് മീ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആം ഹി, ഞാൻ അവനാണെന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. ആ സർവന്റ് തന്നെ ആ ദൈവം എന്നുള്ള കാര്യം അത് അറിയേണ്ട കാര്യമാണ്. ബിഫോർ മീ there was no God form, അതിനു മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടും ഇല്ല. neither there shall be after me, അത് കഴിഞ്ഞിട്ട് വേറൊരു ദൈവവും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ആ സർവന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ദൈവവും അല്ല, പിന്നെ ഉണ്ടാവുന്ന ഒരു ദൈവവും അല്ല, ആ ദൈവം തന്നെയാണെന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഐ ആം ദ ലോർഡ്, ഐ ആം ദ ലോർഡ്, ബിസൈഡ് മീ ദർ ഈസ് നോ സേവിയർ, വേറൊരു രക്ഷിതാവും ഇല്ല, ഞാൻ തന്നെ രക്ഷിതാവ്. ആ രക്ഷിതാവ് തന്നെയാണ് സർവന്റ് ആയിട്ട് ഭാവിയിൽ വരാൻ പോകുന്നുള്ള കാര്യമാണ് വ്യക്തമായി യെശയ്യാവ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് യെശയ്യാവ് അവിടെ തീർക്കുന്നില്ല. യെശയ്യാവ് 60:16 മുതൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ആ രക്ഷകന്റെ കാര്യം പല കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ ആ പല കാര്യങ്ങളിൽ അത് യേശു സ്വയമാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പുതിയ നിയമത്തിനകത്ത് യേശു തന്നെ പറയുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം യെശയ്യാവ് 60:16, ഓക്കെ, ye shall drink the milk of the Gentiles and the milk, the breast of beast of kings. Ye shall know I, the Lord, I am your savior. അപ്പൊ ദ ലോർഡ് ആണ് നമ്മളെ സേവിയർ എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആൻഡ് യുവർ റിഡീമർ, ദ മൈറ്റി വൺ ഓഫ് ജേക്കബ്. ആ മൈറ്റി വൺ ഓഫ് ജേക്കബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേക്കബിന്റെ ദൈവം ആയ ദ ലോർഡ് തന്നാണ് രക്ഷിതാവ്, റിഡീമർ എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ യെശയ്യാവ് 60:18 വായിക്കുമ്പോൾ violence shall no longer be heard in your land, neither wasting nor destruction. ഈ ഡിസ്ട്രക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ ഹിബ്രുവിൽ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്തിരിക്കുന്ന ഹമാസ്. ഇന്ന് നമ്മൾ കാണുന്നത് ഹമാസിന്റെ ഒരു കാര്യമാണ് നമ്മൾ ആ പ്രദേശത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന അവർ കാണിക്കുന്ന ഓരോരോ കാര്യങ്ങളും അതിൽ നിന്ന് എങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അവിടെ ആ കാര്യം അവിടെ കൂടെ പറയുന്നത് വിതിൻ യുവർ ബോർഡർ ആൻഡ് ഈ ഷാൽ കോൾ യോർ വാൾസ്. അവര് അറിയാമല്ലോ, അവർക്ക് ദേവാലയം ഇല്ല. അപ്പൊ ഒരു ഭിത്തിയുടെ മുമ്പേ നിന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാളിന്റെ കാര്യം പറയുന്നത് ബട്ട് യു ഷാൽ കോൾ യുവർ വാൾസ് സാൽവേഷൻ. അത് നമ്മൾ ഹീബ്രുവിൽ വായിക്കുമ്പോഴത്തേക്ക് യശുവ എന്ന് വിളിക്കും. അവർ യശുവ എന്ന് വിളിക്കുന്നത് ആ വാളിനെ കണ്ടിട്ടായിരിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അവരുടെ ഈ വരുന്ന കാലഘട്ടത്തിലോട്ടുള്ള കാര്യമായി ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യുവർ ഗേറ്റ്സ് പ്രേസ്. അറിയാമല്ലോ, യേശു കഴുതപ്പുറത്ത് ആ ഒരു ഗേറ്റിൽ നിന്ന് വന്ന ആ ഗേറ്റ് ഇന്നും അടച്ചിട്ടേക്കുന്ന ആ ഗേറ്റ് തുറക്കപ്പെടുമെന്നാ പറയുന്നത്. യേശു ആ ഭൂമിയിൽ ആ സ്ഥലത്ത് കാല് കുത്തുമ്പോഴത്തേക്ക് ആ ഗേറ്റ് തുറക്കപ്പെടും. അപ്പൊ അവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട അതിനെപ്പറ്റി ഇച്ചിരി കൂടെ വിവരിച്ച് പറയുന്നുണ്ട്. യെശയ്യാവ് 60:19 പറയുന്നുണ്ട്, ദ സൺ ഷാൽ നോ ലോങ്കർ ബി യുവർ ലൈറ്റ് ബൈ ഡേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് സൂര്യൻ പ്രകാശം തരാൻ നിർത്തും. നോർ ഫോർ ബ്രൈറ്റ്നസ് ഷാൽ ദ മൂൺ ഗീവ് ലൈറ്റ് ടു യു, ബട്ട് ദ ലോർഡ് വിൽ ഗീവ് യു an everlasting light, and your God your glory, your glory. Your sun shall no longer go down, nor shall your moon withdraw itself, for the Lord will be your everlasting light. The days of your mourning shall be ended. അപ്പം പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ദൈവം തന്നെ ആയിരിക്കും നമുക്ക് പ്രകാശവും വെളിച്ചമായി തീരുന്നത്. ഇവിടെ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 8:12 വായിക്കുമ്പോഴത്തേക്ക് ജീസസ് എന്തോ പറയുന്നത്, then Jesus spoke to them again saying, I am the light of the world. അവിടെ യേശു പറയുന്നത് ഞാനാണ് പ്രകാശം. ആ പ്രകാശത്തിന്റെ കാര്യമാണ് പഴയ നിയമത്തിൽ യെശയ്യാവ് കർത്താവിനെ പറ്റി പറഞ്ഞേക്കുന്നത്. രക്ഷിതാവാണ്, നമ്മുടെ സേവിയർ ആണെന്നുള്ള കാര്യം പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അത് യേശു പറയുന്നത് ഞാൻ ആ പ്രകാശം. അത് കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തി 2:20 വായിക്കുമ്പോഴത്തേക്ക് the sun shall turn into darkness. അവിടെ സൂര്യൻ
പ്രകാശം ഇല്ലാതായി തീരുന്ന കാര്യം പറയുന്നുണ്ട്. മൂൺ ആൻഡ് ദ മൂൺ ഇൻ ടു ബ്ലഡ് ബിഫോർ ദ കമ്മിങ് ഓഫ് ദ ഗ്രേറ്റ് ആൻഡ് ഓസം ഡേ ഓഫ് ദ ലോർഡ്. ഇവിടെ യേശുവിന്റെ കാര്യമാണ് പറയുന്നത്. യേശു വരുന്ന സമയത്ത് എന്താ പറ്റാൻ പോകുന്നത്? സൂര്യൻ പ്രകാശം തരാൻ നിർത്തും. ഓക്കെ, ആ കാര്യം. അത് കഴിഞ്ഞ് മർക്കോസിന്റെ സുവിശേഷം 17:24 മുതൽ 26 വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഈ സെയിം കാര്യം തന്നെ പറയുന്നത്. സൂര്യൻ പ്രകാശം തരാൻ നിർത്തും. പിന്നെ the stars of the heaven will fall and the power in the heavens will be shaken, and then we'll see the Son of Man coming in the cloud with great power and glory. ഇവിടെ ആരാ വരുന്നത്? സൺ ഓഫ് മാൻ ആ വരാൻ പോകുന്നത്. അപ്പം പഴയ നിയമത്തിനകത്ത് പറയുന്ന കർത്താവ് തന്നെയാണ് ഈ പറയുന്ന യേശു ക്രിസ്തു എന്നുള്ള കാര്യം ഇവിടെ തെളിവാണ്. ദൈവം ആത്മാവാണ്. നിങ്ങൾ കവർ ചെയ്ത ഭാഗമാ. ദൈവം, ആ ആത്മാവായ ദൈവം തന്നെ ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആ സർവന്റായിട്ട് ജഡത്തിൽ വന്ന് ആ സർവന്റായിട്ടുള്ള അതിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വന്ന കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ പിതാവിലും പിതാവ് എന്നിലുള്ളെന്ന് പറഞ്ഞത്. ഇത് ഇവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഒരു ബൈബിൾ എല്ലാം തിരുത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഈ കാര്യം അവർ അറിഞ്ഞുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. എന്താന്ന് ഈ തിരുത്തലൊക്കെ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങൾ ബൈബിളിനകത്ത് കിട്ടാത്ത സംഗതിയാണ്. അതുകൊണ്ട് അവർ യേശുവിനെ വേറൊരു വ്യക്തിയാക്കി, അല്ലെങ്കിൽ സാധാരണ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സർവന്റ് ആക്കി, അല്ലെങ്കിൽ നമ്മളെപ്പോൾ ഒരു വ്യക്തിയാക്കി തീർക്കുന്നതിന്റെ ഉദ്ദേശം അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ലെങ്കിൽ അപ്പോസ്തലന്മാര് പല സ്ഥലത്ത് തോമസ് പറഞ്ഞിട്ടുണ്ട് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവർക്ക് സ്വീകാര്യമല്ല. അങ്ങനെ തന്നെ സത്യദൈവമാണെന്നുള്ള പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവർക്ക് എടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ യഹോവ വിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ദൈവത്തിന്റെ വിറ്റ്നസ് അല്ല, അവർ സ്വയമായിട്ട് ഉണ്ടാക്കിയ ഒരു ബൈബിളിന്റെ വിറ്റ്നസ്സുകൾ മാത്രമാണ്. എന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ വല്ലതും ചോദ്യം ഉണ്ടെങ്കിൽ പറയുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വളരെ വ്യക്തമായ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ച കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഒരു ചോദ്യം കൂടെ മാത്രമാണ് നമ്മൾ ഇന്നേ ദിവസം എടുക്കുന്നുള്ളൂ. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ മറ്റ് ചോദ്യങ്ങളും കൂടുതൽ വിശകലനവുമായി വരുന്നതായിരിക്കും. എന്റെ അവസാനത്തെ ചോദ്യം പാസ്റ്റർ ബേബി കൊട്ടാരക്കരയോടാണ്. കൊട്ടാരക്കര, എന്റെ ചോദ്യം ഇങ്ങനെയാണ്. യേശു ക്രിസ്തു സർവസൃഷ്ടിക്കും ആദിജാതൻ എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. യേശു ക്രിസ്തു സർവസൃഷ്ടികളുടെയും ആദിജാതൻ ആണോ എന്ന് ചോദിച്ചാൽ ബൈബിൾ ആദിജാതൻ എന്ന് പറയുന്നു. എന്നാൽ യഹോവയുടെ വിറ്റ്നസ് ആ ആദിജാതനെ കേവലം ഒരു മനുഷ്യനായി, അല്ലെങ്കിൽ മനുഷ്യപുത്രനായി മാത്രം അവരെ പ്രസ്താവിക്കുന്നു. യഹോവ സാക്ഷികളുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ, സത്യവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള യേശുക്രിസ്തുവിന്റെ മഹത്വം അല്ലെങ്കിൽ ദൈവത്വം തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് തരാനാണ് ഞാൻ ഈ ചോദ്യം കർത്താവിന്റെ ദാസനോട് ചോദിച്ചത്. ഈ ചോദ്യത്തോടുകൂടി നമുക്ക് ഈ വിഷയം ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ചോദ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ ദൈവമായി സ്തുതിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ ദൈവവചനത്തിലൂടെ ആധികാരികമായിട്ടുള്ള ചോദ്യത്തിന് ആൻസറുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ രാത്രിയിൽ എളിയവനോട് ചോദിച്ചതായ ചോദ്യത്തിന് ദൈവം ആദ്യജാതനാണ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അവൻ അനാദ്യനായ ദൈവമാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവൻ ആരംഭമില്ല, അവസാനവുമില്ല. അവൻ ഏക സത്യദൈവമാണെന്ന് തിരുവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ദൈവം അനാദ്യനായിരിക്കുമ്പോൾ അഥവാ ഏകനായിരിക്കുമ്പോൾ അനന്ത ശൂന്യതയിൽ സൃഷ്ടിപ്പിൻ പ്രവർത്തനത്തെ കുറിച്ചുള്ളതായ പദ്ധതി ദൈവം ആവിഷ്കരിക്കുമ്പോൾ അവന്റെ
ഹൃദയത്തിൽ കടന്നു വന്ന ചിന്തയാണ് ഭാവിയിൽ അവൻ ലോകത്തിലേക്ക് വെളിപ്പെട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ കാരണം ഏകനായിരുന്ന ആത്മാവും അദൃശ്യനും ആയിരുന്ന ദൈവം അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സർവജ്ഞാനിയായ ദൈവം ആരംഭത്തിൽ തന്നെ അവസാനത്തെയും പൂർവകാലത്ത് തന്നെ മേലിൽ സംഭവിക്കുവാനുള്ളതും പ്രസ്താവിക്കുന്നവനാണ് സർവശക്തനായ ദൈവം. അപ്പോൾ ഭാവിയിൽ ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളെയും കുറിച്ചും അറിഞ്ഞിരുന്നവനായ കർത്താവ് അവൻ ആരംഭമായി സൃഷ്ടി ചെയ്തത് ആകാശത്തെയും ഭൂമിയെയാണെന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ദൂതഗണത്തെ ആണ് സൃഷ്ടിക്കുവാനിടയായി തീർന്നു. ആ ദൂതസംഘത്തിൽ ഒരു കൂട്ടം ദൂതന്മാരെയാണ് ഭൂതലത്തിലേക്ക് പാർപ്പിനായിട്ട് അവൻ ആരംഭത്തിൽ അയച്ചത്. അയക്കപ്പെട്ട ദൂതന്മാർ നിഗളത്താൽ വീഴ്ച ഭവിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് മനുഷ്യ സൃഷ്ടിയിലൂടെ ദൈവം ആത്മാക്കളെ സൃഷ്ടിക്കേണ്ടതിന് വേണ്ടി അഥവാ സ്വരൂപിക്കേണ്ടതിന് വേണ്ടിയുള്ളതായ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യൻ പാപത്തിൽ വീഴുവാനുള്ളതായ സാധ്യത സർവജ്ഞാനിയായ ദൈവം മുൻകണ്ടിരുന്നു. കാരണം വീഴ്ച ഭവിക്കപ്പെട്ടതായ ദൂതന്മാർ ദൈവ പദ്ധതിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ട് അവൻ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യനെ പാപത്തിൽ വീണുപോയാൽ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനുള്ളതായ ഒരു പദ്ധതിയായിട്ടാണ് സ്വർഗത്തിലെ ദൈവം വെളിപ്പെട്ട് വരേണ്ടതിന് തീരുമാനമെടുക്കുവാനിടയായിത്തീർന്നു. അവന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ, അവന്റെ പ്ലാനിൽ, പദ്ധതിയിൽ ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ് അവന് ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വരേണം, തൻ്റെ മക്കളെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി. അത് സകല സൃഷ്ടിക്കും മുൻപേ ഈ ചിന്ത അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സകല സൃഷ്ടിക്കും അവൻ ആദ്യജാതൻ എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവിടെ ഒരു വ്യക്തി ഉളവാകുകയായിരുന്നില്ല. സർവശക്തനായ ദൈവത്തിന്റെ ആ മനോമുകുരത്തിൽ ഉണ്ടായിരുന്നതായ ചിന്തയാണ് താൻ ഭാവിയിൽ പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വരുന്നു എന്നുള്ളത്. അവനെ സ്തോത്രം ആദ്യജാതനെന്നും ഏകജാതനെന്നും പറഞ്ഞിട്ടുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുത്തിയത് സാക്ഷാൽ സകലത്തെയും ഉളവാക്കിയ ഏക സത്യ ദൈവത്തെ തന്നെയാണ് താൻ വെളിപ്പെടുത്തുവാനിടയായി തീർന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് എന്ന് കൊലോസ്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തോത്രം മറിയയും യോസഫും ബെത്ലഹേമിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ വെച്ച് അവൾക്ക് പ്രസവത്തിനുള്ളതായ കാലം തികഞ്ഞു. അവിടെ പിന്നീട് അതിന്റെ 7-ാമത്തെ വാക്യഭാഗം വായിക്കുന്നത് അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു എന്നാണ്. ആദ്യജാതനായ മകൻ എന്ന് പറയുമ്പോൾ ലോകത്തിലേക്ക് പുത്രത്വം സ്വീകരിച്ച് അല്ലെങ്കിൽ മനുഷ്യത്വം സ്വീകരിച്ച് കടന്നു വരുവാൻ ദൈവം പ്ലാൻ ചെയ്തിരുന്ന അവന്റെ വചനം അവളുടെ ഉദരത്തിൽ ഉരുവായി അതൊരു ശരീരമായി തീർന്നു. ആ ശരീരമാണ് ഒരു മകനായിട്ട് വെളിപ്പെട്ട് വരുവാൻ ഇടയായി തീർന്നു.
സ്തോത്രം. ഇത് ഒന്നിലധികം ദൈവങ്ങളല്ല, ഏക സത്യ ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. അവൻ ആദ്യജാതനെന്നും അവൻ ഏകജാതനെന്നും ഒക്കെ പറഞ്ഞിരിക്കുന്ന ആ ഏക സത്യ ദൈവത്തെ കുറിച്ചാണ്. അവൻ ആദ്യനാണ്, അന്ത്യനാണ് എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ ഒന്നിലധികം ദൈവങ്ങളില്ല. എന്നാൽ പല സഭാവിഭാഗങ്ങളും വ്യത്യസ്തമാകുന്ന നിലകളിലുള്ളതായ പഠിപ്പിക്കലുകൾ ഈ അന്ത്യകാലത്ത് നടത്തുന്നുണ്ട്. അത് വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അധികമാണ് ഇപ്പോ യഹോവ സാക്ഷികളുടെ കാര്യത്തെക്കുറിച്ച് തന്നെ കർത്താവിന്റെ ദാസന്മാരെ ഓർമ്മപ്പെടുത്തി തിരുവചനത്തിൽ ഒരുപാട് തിരുത്തലുകൾ വരുത്തി. തിരുവചനത്തിൽ തിരുത്തലുകൾ വരുത്തുന്നത് ദൈവാത്മാവിന്റെ സ്വഭാവമല്ല. അത് ദൈവത്തിന്റെ വചനത്തിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റുവാനും കൂട്ടുവാനും കുറയ്ക്കുവാനും നിയമവും വ്യവസ്ഥയില്ല. അപ്പോ അങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് പൈശാചികമായ പ്രവർത്തനമാണ്. അങ്ങനെയുള്ളതായ പൈശാചിക പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ കൂട്ടർ ഒരിക്കലും ദൈവവചനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയുകയില്ല, സത്യം അവരറിയുന്നതുമില്ല. അപ്പോൾ അവർ പഠിച്ചു വെച്ചിരിക്കുന്ന വിപരീത ഉപദേശങ്ങൾ ജനത്തെ പഠിപ്പിച്ച് അവരെ സ്തോത്രം അവരുടെ ചതിക്കുഴിയിൽ വീഴ്ത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അങ്ങനെ ഒന്നിലധികം ദൈവങ്ങളില്ല. ആദ്യജാതനെന്ന് പറഞ്ഞിരിക്കുന്നത് സർവശക്തനായ ദൈവം തന്നെ ഭൂലോകത്തിലേക്ക് വരേണ്ടതിന്, ജഡത്തിൽ വെളിപ്പെട്ട് വരേണ്ടതിന് വേണ്ടി ഒരു ശരീരം എടുത്ത് കടന്നു വരുവാൻ തൻ്റെ കട്ടായെന്ന് തോന്നുന്നു അല്ലേ? കട്ടായി. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സമയപരിമിതി കൊണ്ടും നമ്മൾ ഈ വിഷയത്തെ വിളിച്ച് വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുവാനുള്ളത്, നമുക്കറിയാം പഴയ നിയമത്തിൽ യെശയ്യാവിന്റെ 43 ഇസ്രായേലിന്റെ കേൾക്കാമോ? കേക്കാം പറഞ്ഞോ. ഓക്കെ, ഇസ്രായേലിന്റെ ദൈവത്തെ നമ്മൾ വായിക്കുമ്പോൾ 43 എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല, നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല, ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് ദൈവം ഇസ്രായേൽ ജനതയോട് പറയുന്നുണ്ട്. ദൈവം വളരെ കാര്യമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തി. എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, ശേഷം ഉണ്ടാകുകയില്ല, ഞാൻ തന്നെ യഹോവ, ഞാനല്ലാതെ രക്ഷിതാവുമില്ല, നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല, ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷികളാകും. ഇപ്പൊ നമുക്കറിയാം യഹോവ തന്റെ സാക്ഷികൾ എന്ന രീതിയിൽ അഭിസംബോധന ചെയ്തത് യാക്കോബ് എന്റെ 12 സന്തതികൾ ഗോത്ര പരമ്പരയിൽ ജനിച്ചിട്ടുള്ള ഇസ്രായേലിയ ജനതയോടാണ് യഹോവ നിങ്ങൾ എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞത്. പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ എനിക്ക് സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഇപ്പോ സാക്ഷികൾ എന്ന വാക്കിന്റെ ഒരർത്ഥം നമ്മൾ ഇംഗ്ലീഷിലേക്ക് പോയി കഴിഞ്ഞാൽ, കോടതിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിറ്റ്നസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഐ വിറ്റ്നസ്. ഇവിടെ യഹോവ പറയുന്നു, യഹോവ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇത് കേട്ട നിങ്ങൾ എന്റെ സാക്ഷികളാണ് പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ എന്റെ സാക്ഷികളാകുന്നെന്ന് ഇസ്രായേൽ ജനതയോട് ദൈവം അഡ്രസ് ചെയ്ത് അവരോട് പറയുകയാണ്, നിങ്ങൾ എന്റെ സാക്ഷികളാണ്. എന്നാൽ ഞാൻ കഴിഞ്ഞ കാലത്ത് നമ്മളോട് പലരോടും സംസാരിച്ചിട്ടുള്ള തിരുവനന്തപുരത്തുള്ള റിട്ടയർഡ് KSRTC എംപ്ലോയി നിരന്തരമായി ഇതുപോലെ JWയുടെ വീഡിയോയും ഇതുപോലൊക്കെ എഴുതിയിട്ടുണ്ട് സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു, സഹോദര നിങ്ങൾ എങ്ങനെയാണ് യഹോവയുടെ സാക്ഷികളായത്? ഞാൻ പറഞ്ഞു, ഇവിടെ ഈ മാളയിലും കൊടുങ്ങല്ലൂരും അതുപോലെ കേരളത്തിന്റെ പല ഭാഗത്തും ഈ യഹൂദന്മാര് ഈ അന്നത്തെ കാലത്ത് 1970 ഉള്ള അവരുടെ പലായനത്തിന്റെ ഭാഗമായിട്ട് വന്നു പാർത്തല്ലോ. ഇന്ത്യയിൽ പല സംസ്ഥാനത്തും പാർത്തു, ബോംബെയിലൊക്കെ വന്ന് പാർത്തു, ഗുജറാത്തിലൊക്കെ.
നിങ്ങളുടെ വല്യപ്പനോ അങ്ങനെ ആരെങ്കിലും തമ്മിൽ ഈ വന്നു പാർത്ത യഹൂദന്മാരുമായിട്ട് അങ്ങനെ എന്തെങ്കിലും ജഡബന്ധം ഉണ്ടായിട്ടാണോ നിങ്ങൾ ഉണ്ടായത് എന്ന് ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും ഒരു പാരമ്പര്യം നിങ്ങൾക്ക് യഹൂദൻ എന്നുള്ള നിലയിൽ ഉണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ ബൈബിൾ വായിച്ചിട്ടാണ് ഞാൻ യഹോവയുടെ സാക്ഷിയായതെന്ന് പറഞ്ഞു. എന്നാൽ ബൈബിൾ സാക്ഷികളെ കുറിച്ച് പറയുമ്പോൾ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ സാക്ഷികൾ എന്ന വാക്കിന്റെ വ്യക്തമായ ഉത്തരം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് സാക്ഷി? ഒന്ന്, സാക്ഷികൾ എന്ന് പറയുന്ന ആളുകൾക്ക് 2-3 കാര്യങ്ങളുണ്ട് പറയാൻ. ഒന്ന്, അവിടെ ഇങ്ങനെയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച്. അപ്പൊ ഇവർക്കൊരു സാക്ഷ്യം പറയാനുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച്. അത് ആദ്യം മുതലുള്ളവരാണ്. ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങളുടെ കൈ തൊട്ടതാണ്, ഞങ്ങൾ അനുഭവിച്ചതാണ്. ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ കേരളത്തിലും ഇന്ത്യയിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ ഉള്ള ഒരു ജാതീയനായ മനുഷ്യൻ എങ്ങനെ യഹോവയുടെ സാക്ഷികളാകും? അവർ ഉത്തരം പറയേണ്ട കാര്യമാണ്, നമ്മളല്ല. ഈ ചോദ്യം ഞങ്ങളെ കേൾക്കുന്ന ആളുകളോട്, നിങ്ങളൊരു പക്ഷേ ജനനം കൊണ്ട് പിതാക്കന്മാർ നിമിത്തം ഹൈന്ദവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്തീയ വിഭാഗത്തിലുള്ളവരായിരിക്കാം. ഈ ചോദ്യം നിങ്ങൾ ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് യഹോവയുടെ സാക്ഷികൾ? നിങ്ങളോട് യഹോവ പ്രസ്താവിച്ചിട്ടുണ്ടോ? നിങ്ങൾ യാക്കോബ്, അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ, നിങ്ങൾ ഇസ്രായേൽ ഗോത്ര പരമ്പരയിൽ ഉള്ളവരാണോ? അല്ല എങ്കിൽ നിങ്ങൾ അന്ന് അവിടെ സാക്ഷികളായ ആരെങ്കിലും നിങ്ങളുടെ പിതാക്കന്മാരായിട്ടുണ്ടോ? അല്ലെങ്കിൽ സാക്ഷികളാകാനുള്ള ഒരു കാര്യം യേശു ക്രിസ്തുവിനെ, നമ്മൾ യേശുവിനെ ലിറ്ററലായിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ അനുഭവിച്ചറിയുന്നുണ്ട് യേശുവിനെ. നമ്മൾ ക്രിസ്ത്യാനികളായത് യേശു ക്രിസ്തുവിനെ, അവന്റെ രക്ഷ, അവന്റെ സ്വാതന്ത്ര്യം, അവന്റെ സന്തോഷം, വിടുതൽ നമ്മളുടെ ആത്മീയ കണ്ണുകൾ കൊണ്ട് അനുഭവിച്ച് നമ്മുടെ ഹൃദയം കൊണ്ട് ആസ്വദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ യേശുവിന്റെ സാക്ഷികളായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകിൽ യേശുവിന്റെ സാക്ഷികളാകുക അനുഭവിച്ചറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ യഹോവയുടെ സാക്ഷികൾ എന്നുള്ള അവകാശവാദം അവർ ഉപേക്ഷിക്കണം എന്നാണ് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇന്ന് ഈ രാത്രിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം ഇന്ന് ആഡിയാനില്ല എങ്കിൽ അടുത്ത ആഡിയാൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡിയാം, ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്ത കുറെ വചനങ്ങൾ എടുത്തുകൊണ്ട്, കാരണം എന്റെ അടുക്കൽ തന്നെ ഏതാണ്ട് 10-30ഓളം വചനങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവർ തിരുത്തിയ ഭാഗങ്ങൾ ബൈബിളിൽ നിന്നും. അതുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡ് കൂടി ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ബ്രദർ വിൽസന് എന്തോ പറയാനുണ്ട്. നമ്മൾ ഇവര് ആദ്യമേ പരിശുദ്ധാത്മാവിനെ തന്നെ ഡിനൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇവര് ഒരു ഈവിൽ ഫോഴ്സ് ആണെന്ന് പറയുന്നതിൽ നമുക്ക് ഒരു മടിയുമില്ല. എന്താന്ന് വെച്ചാൽ കർത്താവ് ആത്മാവിന്റെ എതിരായി പറയുന്നവന് ഒരിക്കലും ഒരു ക്ഷമയില്ലെന്നാ പറയുന്നത്. അപ്പൊ ആത്മാവിനെ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന അവരെ നമ്മളെ പാടെ നമുക്ക് തള്ളിക്കളയാവുന്നതാണ്. അപ്പം നമുക്കറിയാം, ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൈവം പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചു ആദ്യകാലങ്ങളിൽ, പിന്നെ ഈ അന്ത്യകാലങ്ങളിൽ പുത്രനിൽ കൂടെ സംസാരിച്ചു. ഇത് രണ്ടും സംസാരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണെന്ന് വളരെ വ്യക്തമായിട്ട് ആ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. 1 പത്രോസിന്റെ 1:10-11 പത്രോസ് സാക്ഷ്യപ്പെടുത്തുന്നു, ഈ പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. അപ്പൊ അവിടുന്ന് തന്നെ നമുക്കറിയാം, ദൈവവും ക്രിസ്തുവിന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരേ കാര്യം തന്നെയാണ്, അത് വ്യത്യസ്തമല്ല. അവിടെ ക്രിസ്തുവിന്റെ ആത്മാവ് യെശയ്യാവിനോട് സംസാരിച്ചു പറയുന്നു, ഞാൻ പ്രസ്താവിക്കുന്നു. അപ്പൊ ആരാണ് പ്രസ്താവിക്കുന്നത്? ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ പ്രസ്താവിച്ച് പറയുന്നു, ഞാൻ തന്നെ യഹോവ, ഞാൻ തന്നെ നിന്റെ വീണ്ടെടുപ്പുകാരൻ, ഞാൻ തന്നെ നിന്റെ രക്ഷിതാവ്, വേറെ ഒരു രക്ഷിതാവും ഇല്ല, വേറെ ഒരു ദൈവവും ഇല്ല, നിങ്ങളുടെ മധ്യത്തിൽ വേറൊരു ദേവന്മാരുമില്ല. അപ്പോൾ ഈ വളരെ വ്യക്തമായ വചനങ്ങൾ നമുക്ക് ഉണ്ട്. അതിനകത്ത് കൺഫ്യൂഷൻ വരുത്തുവാൻ ഏറ്റവും വലിയ സ്റ്റെൽത്ത് എന്ന് പറയുന്നത്, സ്റ്റെൽത്ത് സാധാരണ പറയുന്നത്
നമുക്ക് കാമോഫ്ലാജ്, ഇപ്പൊ നമ്മളിപ്പം ഒരു ആർമിക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇല്ലേ, ഈ അവര് പലതരമായ ഈ വെജിറ്റേഷന്റെ ഇതുമാതിരി പച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവരെ നമ്മളിപ്പം ഈ ഒരു കാട്ടിക്കൂടെ കടന്നുപോയാൽ കാണാൻ പറ്റാത്തത്. അതിന്റെ ഏറ്റവും വലിയ സ്റ്റെൽത്താണ് ഈ ട്രിനിറ്റേറിയൻ ഉപദേശം, അതായത് തൃത്വത്തിന്റെ ഉപദേശം. പക്ഷെ ഈ ഒരു യഹോവ വിറ്റ്നസിന്റെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റുന്ന ഒരു ഉപദേശമാണ്. എന്നാലും ഇവർ ഇത്രയും നടന്ന് ആൾക്കാരെ ചതിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ അത്ഭുതം തോന്നും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ ഡിനൈ ചെയ്യുന്നവരെ ഏറ്റവും ആദ്യമേ നമുക്ക് പറയാൻ പറ്റും, ഇത് വചനത്തിൽ ഉള്ളതല്ല, ഇത് വേറെ വളരെ വ്യക്തമായ ഒരു ദുരുപദേശം തന്നെയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ വിൻസെന്റ് ബ്രദർ പറഞ്ഞതിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ അതിന്റെ ഗൗരവം വളരെ ഗൗരവമാണ്. വിൻസെന്റ് ബ്രദർ പറഞ്ഞത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്ന ഗ്രൂപ്പാണ് ഈ യഹോവ സാക്ഷികൾ. ഒരിക്കലും അത് ദൈവികമല്ല, 100% പൈശാചികമാണ്. അതൊരിക്കലും ആർക്കും ദൈവമക്കൾക്ക് ഒരു ദൈവ ഇതിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. മറ്റൊന്ന്, യേശു ക്രിസ്തു യഹോവ എന്ന് വിശ്വസിക്കാത്തവർ പാപികളാണെന്നാണ് യോഹന്നാൻ 8:24 വായിക്കുമ്പോൾ കാണുന്നത്. യേശു ക്രിസ്തുവിനെ യഹോവ എന്ന് വിശ്വസിക്കാത്തവർ പാപികളാണ്. അപ്പോ യഥാർത്ഥത്തിൽ ആ പാപം, അപ്പൊ അവര് പാപികളാണ്, ദൈവവചനത്തെ നിഷേധിക്കുന്നവരാണ്. ഒരിക്കലും നമുക്ക് അത് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അംഗീകരിക്കേണ്ട ഉപദേശമല്ലത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി, ഈ വിഷയത്തിൽ തന്നെ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ അടുത്ത് തന്നെ നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും. നിങ്ങളെ കേട്ട എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.